എന്ത് പ്രശ്നമാണ്? ഒരു പ്രശ്നവുമില്ല. നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ബ്ലോക്ക് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇന്നലെ അനുഭവിച്ച് നമ്മൾ സുഹൃത്തിന്റെ കൂടെ പോയതട്ടോ. റോട്ടിലെ ബ്ലോക്കല്ല, ഇവിടെയുള്ള ബ്ലോക്ക്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണത് വൻ തട്ടിപ്പാണ് നമ്മളെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ നടക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. മനക്കെട്ടി വേണം. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഒരു പക്ഷേ വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടേക്കാം. ഞാനിത് കണ്ടറിയുമല്ല, കേട്ടറിയുമല്ല, അനുഭവിച്ചതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ സുഹൃത്ത് ഇതുപോലെ നെഞ്ഞുവേദന എന്ന് പറഞ്ഞിട്ട് ഗ്യാസാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ തൊട്ടുള്ള ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ടും ECG എടുത്ത് അതിൽ വേരിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. എന്നോട് പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ അത് നല്ലതെന്ന് പറഞ്ഞു. വേറെ കോട്ടക്കൽ ഒരു ഹോസ്പിറ്റലും ഉണ്ട്. ഞങ്ങൾ 2-3 പേരുണ്ട്. അവന്റെ വീട്ടുകാരില്ലേനും. അവിടെ എത്തിയപ്പോൾ ഇവര് പറഞ്ഞു ആ ECG ഒക്കെ മാറി അവർ വേറെ ECG എടുത്ത് പേഷ്യന്റ് അവിടെ എടുത്ത് അഡ്മിറ്റ് ആക്കി എക്കോ ചെയ്യണം, മറ്റേ ചെയ്യണം. ECG എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ പെന്നും പേപ്പർ എടുത്തിട്ട് ഇത് ബോർഡർ ലൈൻ 0. സംതിങ് ആണ്, ഇത് 0.1 വിട്ടിട്ടുണ്ട്, ഇത് 534 സംതിങ് ഉണ്ട്, ഇതിന്റെ ഫോട്ടോ വരച്ചിട്ട് ഇവിടെ ആകെ ഡാമേജ് വരും, അതുകൊണ്ട് തന്നെ ഇത്രയും ഈ സ്റ്റേജ് ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് ICUക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലേനും ഒരു ആൻജിയോഗ്രാമിന് തന്നെ 7,500 രൂപയാവും, പിന്നെ ഈ ബ്ലോക്ക് മാറ്റാൻ 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ വീട്ടുകാർ വന്നു. എൻ്റെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു വേണ്ടങ്ങളൊന്ന് മാറ്റിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് EMSൽ കൊണ്ട് EMSലേക്ക് മാറ്റി. ഇവർ ഈ പറഞ്ഞ മാതിരില്ല എന്നോട് പറഞ്ഞത് ഇവിടുന്ന് കൈമാ സാധനം കിട്ടിയത് 100 വീട്ടിൽ കൊണ്ടുപോകണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചോളി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ്ട, അവിടെ എടുക്കൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ആകെ നമ്മളെ സുഹൃത്തല്ല, ആകെ പേടിയായി. വീട്ടുകാർ എന്താ കാര്യമില്ല, ഞങ്ങൾ EMS കൊണ്ടുപോകാൻ പറഞ്ഞു. EMS കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി 4 ദിവസം കിടത്തി. ഒരു ദിവസം ICUലും കിടത്തി, ബാക്കി 3 ദിവസം വാർഡിലും കിടത്തി. ഇന്നലെ രാത്രി ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഡോക്ടർ വേണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു ചെയ്ത്. ചെറിയൊരു എന്തോ ഉണ്ട്, അത് മരുന്ന് പിടിച്ചാൽ മാറോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞാൽ ആളിപ്പോൾ വീട്ടിലുണ്ട്. എന്താ പാട്? ആരാണ് വിശ്വസിക്കുക? ഏത് ഡോക്ടർമാർ പറഞ്ഞാലും ശരി, ഈ എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞതൊക്കെ സത്യമാണോ? ചില കേസിലൊക്കെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടെ കാണിച്ചതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്, വ്യക്തമായിട്ടുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മതി, പ്രത്യേകിച്ച് ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ വീട്ടുകാർ വന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ സുഹൃത്തല്ല ഇവര് കാഷ്വാലിറ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വീട്ടുകാർ വന്ന് വേറെ EMSലേക്ക് മാറ്റി അവിടെ 3 ദിവസം കിടത്തി. ആളിപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, മരുന്ന് പിടിച്ചാൽ മാറുന്ന പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചവേദന വന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ അവിടുന്ന് ഡോക്ടറോ നഴ്സോ പറഞ്ഞത് ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടുന്ന് ചെയ്യാതെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടെ കാണിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ആർക്കെങ്കിലും ചെറുതായിട്ടൊരു വേദന തോന്നിയാൽ പോയി ടെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. നമുക്ക് ധൈര്യത്തിൽ ഇരിക്കാം. എല്ലാ വേദനയും ഗ്യാസ് അല്ല, അപ്പൊ എല്ലാ വേദനയും ഗ്യാസ് അല്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ബീഫ് ചായ അടിക്കല്ലേ?